കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു ചേട്ടൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട്. ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവരുടെയൊക്കെ ആവശ്യം അതാണ്, അവർക്കൊക്കെ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളത്. ഈ ഓരോ ഡ്രസ്സിങ്ങും എവിടേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സാഹചര്യത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്ത വീഡിയോ ലീക്കായതാണ്. അവരുടെ പ്രൊഫഷനാണത്. അവരൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള മോഡലിങ്ങുകളാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പേജുകളിലാണ് ഈ രീതിയിലുള്ള വസ്ത്രധാരണം, വെസ്റ്റേൺ രീതിയിലുള്ള വസ്ത്രധാരണമാണ് സർവ്വസാധാരണമായിട്ട് നടത്താറുള്ളത്. അവർ ചെറിയ കുട്ടി പാവാടകളും കുട്ടി ഉടുപ്പുകളും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലെങ്കിൽ ഇവരെ പരസ്യമായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ ഇതിനങ്ങനെ മുൻഗണന കൊടുക്കാതിരുന്നത്. ഇതിനടെ പുറത്ത് എങ്ങാണ്ട് ഒത്തിരി അവിടെ എവിടെയും പറ്റിച്ച് വെക്കണയാണ്. പിന്നെ ഒരു ലാഭമുള്ളത്, സാരി ആണെങ്കിലും പാവാടകളാണെങ്കിലും ബ്ലൗസ് എന്ന് പറയണ സാധനം വാങ്ങൂല. അത്രയും കൂടെ കാശ് ഒരു കൂട്ടം ലാഭമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോലും കൊടുക്കില്ല. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ പേർക്ക് കൊടുക്കാം. എൻ്റെ വീഡിയോ കണ്ടമാനം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയും അല്ലാതെ എന്നെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേരതൊക്കെ എടുക്കുന്നുണ്ട്. അത് അവരുടെയൊക്കെ ജീവിതമാർഗം, അവർ തിന്നോട്ടെ, കുഴപ്പമില്ല. ഒരു $10-15 അതിൽ നിന്ന് ആ ചേട്ടനും കിട്ടിയിട്ടുണ്ടായിരിക്കും, കഴിച്ചോട്ടെ. അതായത് ഏറെ ഞെട്ടുളവാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ച വീഡിയോയുമായി ബന്ധപ്പെട്ട് ശീതളിസത്തിലെ ശീതൾ എന്ന് പറയുന്ന ഈ ഒരു യുവസുന്ദരിയായ പെൺകുട്ടി നടത്തിയിരിക്കുകയാണ്. അതായത് ഓള് പറയുന്നത് ഓളുടെ ചാനലിലെ വീഡിയോ എടുത്ത് നിരവധി ആളുകൾ റിയാക്ട് ചെയ്ത്, അതായത് ഒരു ശരാശരി യൂട്യൂബറുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഓനിക്കൊന്ന് വൈറലാവണമെങ്കിൽ, ഓനിക്കൊന്ന് ചാനൽ വച്ച പിടിക്കണമെങ്കിൽ ശീതളിസത്തിനെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞൊരു വീഡിയോ ചെയ്യുക, ഓളെക്കൊണ്ട് പ്രചരിപ്പിക്കുക, ഓളെക്കൊണ്ട് ഓൻ്റെ പേരൊന്ന് പറയിപ്പിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു റീച്ചിലേക്ക്, അതായത് മില്യൺസ് കണക്കിന് വ്യൂസ് അല്ലെങ്കിൽ മില്യൺസ് കണക്കിന് ഫോളോവേഴ്സിലേക്ക് ആ പഹയന്മാർ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ പേരൊന്നും ഓള് പറയുന്നില്ല. ഓള് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഒരുപക്ഷെ 2.5 ലക്ഷത്തിലോട്ട് അടുക്കുന്ന നമ്മുടെ ചാനലിൻ്റെ ഫോളോവേഴ്സ് 3 ലക്ഷം അടുപ്പിച്ച് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാറുമായിരുന്നു. ഇനിവേ അതുണ്ടായില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇനിവേ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓള് പങ്കുവെക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ച വീഡിയോയിൽ ചില എതിരഭിപ്രായം ഓൾക്കുണ്ട്. അതായത് നമ്മളൊരു വിഷയം സംസാരിച്ചു, അതായത് കുസുമേച്ചി എന്ന് പറയുന്ന ശീതളിസത്തിൻ്റെ ഈ ഒരു സെക്കൻഡ് വേഷൻ, മറ്റൊരു കഥാപാത്രം, ഓൾ അമ്മൂമ്മയായിട്ട് വരുന്ന ആ ഒരു കഥാപാത്രം പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകളാണ്. ശീതൾ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രമായ ഒരു യഥാർത്ഥ കഥാപാത്രം ശീതളാണ്. കുസുമേച്ചി അതിൻ്റെ ഒരു കാർട്ടൂൺ വേഷനാണ്. കുസുമേച്ചിക്ക് ചില വിഷയങ്ങളിൽ എതിർപ്പ്, അത് ചൂണ്ടിക്കാണിക്കാനുണ്ടായ പ്രധാന കാരണം, എനിക്കിത് ആദ്യം ഒരു വീഡിയോ ഒരാൾ അയച്ചു തന്നപ്പോഴത്തേന് ഞാനത് ചെയ്തില്ല. ഞാൻ ഇതുവരെ ഈ ശീതളിസം എന്ന് പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. പൊതുവേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണാൻ നേരമില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ സർക്കാസ്റ്റിക്കായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. വൈകാരികമായ വിഷയങ്ങളിലാണ് നമ്മളത് കണക്ക് പ്രതികരിക്കുന്നത്. എനിവേ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടെന്ന് കരുതി മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് ആ പുള്ളിക്കാരി അത് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വേറെ ആരും ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ എനിക്ക് മറ്റു സംഭവങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഇതൊന്ന് ചെയ്ത് കളയാമെന്ന് കരുതി ആദ്യമായിട്ടാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അത് വലിയ രീതിയിലുള്ളൊരു ദുരന്തമായി മാറുകയായിരുന്നു. അതായത് കനത്ത തിരിച്ചടി തരുമെന്ന് ഓളുടെ ഫേക്ക് ഐഡിയാണെന്ന് അറിയാൻ വയ്യ ഒരു കമന്റ് ഇന്നലെ ഉണ്ടായിരുന്നു. തിരിച്ച് കിട്ടുമ്പോൾ വാങ്ങിക്കാൻ തയ്യാറാവണം, അതിന് മറുപടിയായി ഞാൻ കൊടുത്തത്. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ പ്രതീക്ഷകളെ ഒക്കെ തകർത്തുകൊണ്ടൊരു തിരിച്ചടി തന്നെ തന്നിരിക്കുകയാണ്. ആ ഒരു തിരിച്ചടിക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി കാരണം ഞാൻ നമ്മുടെ സജനത്തയുടെ ഗർഭാലസ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്ത് വെച്ചതാണ്. അതിനെങ്ങനെയാലും ഒരു $22 കിട്ടും സുമാർ, കാരണം ഗർഭമാണ് സംഭവം. അപ്പോൾ ഈ ഒരു വിഷയം വന്നുകൊണ്ട് ഓള് തന്നെ അവസാനം പറയുന്നത് പഠിച്ചതിന് ശേഷം ഈ പ്രതികരിക്കുക. കള്ളഹമുക്കായ നമ്മൾ ഒന്നും പഠിക്കാതെ ഓളെക്കുറിച്ച് മോശമായ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള രീതിയിലാണ്. മോശമായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട്. പഠിക്കാൻ ഓള് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് പഠിച്ചുകൊണ്ടായിരിക്കാം ഓൾ ഇത്രയും അധികം എയറിൽ പോകാനുണ്ടായ സാഹചര്യം. അതായത് ഇവിടെ കമന്റുകൾ ഏറ്റവും മോശമായി ഓൾക്ക് വന്നതിലാണ് പൊട്ടിക്കറിയുന്ന ഈ ഒരു യുവ സുന്ദരിയാണ് കാണാൻ സാധിച്ചത്. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യ വീഡിയോ കാണുന്ന വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. പ്രധാനമായും ഉന്നയിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് കുസുമേച്ചിയായി വരുമ്പോൾ മോഡൽസിനെ എതിർക്കുന്ന, തുണി ബഹിഷ്കരിക്കുന്നവരെ കുറ്റം പറയുന്ന ഒരു പ്രവണത. അതായത് ശീതളായി വരുമ്പോഴത്തേനും ഈ പറഞ്ഞ തീരെ പ്രായമില്ലാത്തൊരു പെൺകുട്ടിയാണ്. ഒരുപക്ഷെ ഏറിയാൽ 10, 18, 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ശീതൾ എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി പുരോഗമനവാദിയാണ്. അത്തരത്തിൽ ഒരു പുരോഗമനവാദിയായി വരുമ്പോൾ ഇതിനെ
ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടതെന്നായിരുന്നു കടുത്ത വിമർശനമുണ്ടായത്. അത് നമ്മൾ പരിശോധിച്ചപ്പോൾ അത്തരത്തിലുള്ള ചില സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എന്നാൽ എന്താണ് സംഭവിച്ചെന്നാണ് ഓള് പറയുന്നത്. ഓള് പറയുന്നത് അങ്ങനെയല്ല. അത് എന്താണ് സംഭവിച്ചെന്ന് ഓളും ഓളുടെ ആരാധകരും വ്യക്തമാക്കുകയാണ്. മഞ്ജു പിള്ളയുടെ മകളും ഞാനും തമ്മിൽ യാതൊരു സൗഹൃദമോ ഞങ്ങൾ നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ പോലും അല്ല. എൻ്റെ ബന്ധുവല്ല അവരെ വെളുപ്പിക്കേണ്ട കാര്യം എനിക്കില്ല, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് അവർ ചെലവിന് പൈസ ഒന്നും തരുന്നില്ല. അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് പറയാം. ഈ മഞ്ജു പിള്ളയുടെ മകളുടെ കാര്യത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി കേൾക്കുന്ന ആളുകൾക്കാണെങ്കിൽ, മനസ്സിലാക്കി കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. അവരുടെ പ്രൊഫഷനാണത്. അവരൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള മോഡലിങ്ങുകളാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പേജുകളിലാണ് അവർ ആ ഫോട്ടോകൾ ഷെയർ ചെയ്യുന്നത്. അവരുടെ തൊഴിലാണത്. അവർ ആ രീതിയിലുള്ള ഒരു വസ്ത്രധാരണം നടത്തിക്കൊണ്ട് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ, ഒരു സ്കൂളിൽ വരികയായിരുന്നെങ്കിൽ, ഒരു ഇന്റർവ്യൂവിന് വരികയായിരുന്നെങ്കിൽ തീർച്ചയായും അവരെ വിമർശിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായേനെ. അതിൽ യാതൊരു സംശയവുമില്ല. അതായത് ശീതളേച്ചിയും തന്റെ ആരാധകരും പറയുന്നത് മഞ്ജു പിള്ളയുടെ വിഷയത്തിൽ മഞ്ജു പിള്ളയുടെ മകൾ ഒരു മോഡൽ ആയതുകൊണ്ട്, ആ ഒരു മോഡലിങ്ങിന്റെ വേദിയിൽ മാത്രമാണ്, അതൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കലാസൃഷ്ടി അവതരിപ്പിക്കുകയായിരുന്നു. അത് അതിൻ്റെതായ പേജുകളിൽ മാത്രമാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതിനെ ഒരു തരത്തിലും നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. അതിനെ വിമർശിച്ച ഏറ്റവും മോശമായ രീതിയിൽ, അതായത് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ വിമർശിച്ച ആളാണ് നമ്മുടെ ഷബീന ബീവി എന്ന് പറയുന്ന ഷബീന താത്ത. ആ ഷബീന താത്തയുടെ വിമർശനം വലിയ രീതിയിൽ വൈറലാവുകയും അതിനെതിരെയാണ് എല്ലാവരും വന്നത്. അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ താത്തയുടെ വിമർശനത്തിലുള്ള കടുത്ത ഭാഷകളായിരിക്കാം ഈ ഒരു എതിർപ്പിലേക്ക് നയിച്ചത്. അല്ലാതെ ആ ഒരു വിമർശനത്തിന്റെ ഒരു ആശയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ശീതൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ഈ ഒരു പെൺകുട്ടി പറയുന്നത്, ഓള് ഫാഷന്റെ പരിപാടികൾ ഓളുടേതായ സൈറ്റുകളിൽ, ഓളുടെ സൈറ്റ് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റാഗ്രാം ആണോ? ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും ഉള്ളതാണ്. അതൊരു ഫാഷന്റെ സൈറ്റ് അല്ല. ആ സൈറ്റിലാണ് മഞ്ജു ചേച്ചിയുടെ മോൾ ഇതൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. ഫാഷൻ പരേഡിന്റെ സൈറ്റിൽ പ്രൈവറ്റ് ആയിട്ടൊന്നും ഇട്ടേക്കുന്ന സംഭവമല്ല. അക്കാര്യത്തിൽ ഈ ഒരു പെൺകുട്ടിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇന്നലെ ആ യൂട്യൂബർ ചേട്ടൻ പറഞ്ഞത്. അതിന്റെ താഴെ വന്ന് കുറെ പേര് അതിനോട് യോജിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് ഞാൻ വിചാരിച്ചത്. പ്രധാനമായിട്ടും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയാണ്. സ്ത്രീകൾ മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നതിനെ ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ വിമർശിച്ചിട്ടുള്ളത് ഏതൊക്കെ വീഡിയോകളെ സംബന്ധിച്ചാണെന്ന നല്ല ഓർമ്മ എനിക്കുണ്ട്. അതിനെക്കുറിച്ച് നല്ല ബോധം എനിക്കുണ്ട്. ഒന്ന്, ആ ഹനാൻ എന്ന് പറയുന്ന കുട്ടി, കുസുമം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഇതുവരെ കഴുത്തിറങ്ങിയ ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന് വന്ന് സംസാരിക്കുകയാണ്. നെഞ്ച് പൊക്കി ആ ഡെസ്കിന്റെ പുറത്തോട്ട് വെച്ചിട്ടാണ് ആ കൊച്ചു സംസാരിക്കുന്നത്. എന്തിനാണെന്നറിയില്ല. ഇതിപ്പോഴും ഞാൻ അതിനോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ അങ്ങനെ ഡ്രസ്സ് ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ പ്രഹസനത്തിന് വേണ്ടി, പ്രദർശനത്തിന് വേണ്ടി വെച്ച് കെട്ടിക്കൊണ്ട് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന സ്ത്രീകളെ പറ്റി ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മില്യൺ കണക്കിന് ഓടിയിട്ടുള്ള വീഡിയോകളുമാണ്. ഇപ്പോഴും നമ്മുടെ ചാനലിൽ ഇതൊക്കെ കിടക്കുന്നുമുണ്ട്. അതായത് വലിയൊരു ക്ലാരിറ്റിയിലേക്ക് ഓള് പോകുന്നത്. അതായത് ഹനാൻ വന്നിരിക്കുന്ന, ഹനാൻ ഒരു മോഡലല്ല. ഹനാൻ പറയുന്നത് ഓള് ഒരു മോഡലാണെന്നാണ്, ഒരു ചെറിയ മോഡൽ. ഓള് ഈ പറഞ്ഞൊരു പരിപാടിക്ക് വന്നതിന് ശേഷം എന്തോ അബ്നോർമലായിട്ട് ഈ പറഞ്ഞ ഡ്രസ്സ് ധരിക്കുകയും അത് പുറത്ത് കാണിക്കുകയൊക്കെ ചെയ്ത് അതിനെയാണ് താൻ വിമർശിച്ചത്. അതുപോലെ തന്നെ ഉദ്ഘാടന നടികൾ അടക്കമുള്ള ആളുകൾ ഈ കാണിക്കുന്ന പോക്കിരിത്തരത്തിനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നതിനെ ഓള് വിമർശിക്കുന്നു. എന്നാൽ ഓൾക്ക് അവിടെയും പിഴച്ചിരിക്കുന്നു. എയറിൽ തന്നെ പോകാനുള്ള ഉദ്ദേശമായിരിക്കാം. അതായത് KKG ഫാമിലിയിലെ അൻസിക ഒരു വീഡിയോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ വരെ ആഴ്ചയോളം ഉണ്ടായി. ആ ഒരു സംഭവത്തിൽ നമ്മുടെ ഈ ഒരു പെൺകുട്ടി പ്രതികരിച്ചില്ല എന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപമുണ്ടായി. അതിനെ തുടർന്ന് ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. എന്താണത്? വരട്ടെ. ന്റെ മകൾ തുണി അഴിച്ചിട്ടപ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അത് തുണി അഴിച്ച് ലൈവ് കാണിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തത് എൻ്റെ പ്രശ്നമല്ല. എനിക്ക് ഇന്നയാൾ, ഇന്ന പാർട്ടിയിൽപ്പെട്ട ആൾ, ഇന്ന ജാതിയിൽപ്പെട്ട ആൾ, പൈസ ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു. സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ചെയ്ത വീഡിയോ ലീക്കായതാണ്. അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ശീതളൊന്നും സംസാരിക്കാത്തത്? അവരുടെ കയ്യിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ മിണ്ടാത്തത്? വായിൽ പഴമാണോ? പറയാൻ മടിയാണോ? നിനക്ക് BJP-കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് കിട്ടാതെ പോകുമല്ലേ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ? തുടങ്ങി ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ധാരാളം കമൻറ്റുകളായിട്ടും മെയിലുകളായിട്ടും എനിക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരി, വിശ്വസിക്കാം. ഞാൻ ഇന്നലെയാണ് പൂർണ്ണമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ലീക്കായ ഈ വീഡിയോ കാണുന്നത്. അതായത് ഈ ഹൻസിക കൃഷ്ണ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് സബ്സ്ക്രിപ്ഷൻ 390 രൂപ കൊടുത്ത് മാസത്തേക്ക് എടുത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്ത ഒരു വീഡിയോ ലീക്കായി എന്ന് പറയപ്പെടുന്ന വീഡിയോ കണ്ടത് ഇന്നലെയാണ്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അത് AI വീഡിയോ ആണെന്നോ ഡീപ് ഫേക്ക് ആണെന്നോ എനിക്കും തോന്നുന്നില്ല. കാരണം ആ ശരീരഭാഷയും എല്ലാം, അംഗചലനങ്ങളും എല്ലാം അത് തന്നെയാണ് പറയുന്നത്. ഇത് വളരെ മോശമാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല.
ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കൂടി തന്നെയാണ്. ഒന്ന് ചോദിച്ചോട്ടോ, KKGയുടെ മകൾ ഹൻസിക ഈ പറഞ്ഞ തുണി ബഹിഷ്കരിച്ചത് എവിടാണ്? ഓള് പബ്ലിക്കായിട്ട് സ്കൂളിലോ കോളേജിലോ ഈ പറഞ്ഞ മീൻചന്തയിലോ ചായക്കടയിലോ ഒന്നുമല്ല. ഓള് ഓളുടേതായ ഇൻസ്റ്റഗ്രാമിൽ ഓളുടേതായ പ്രൈവറ്റ് സ്പേസിൽ പെയ്ഡ് ലൈവിൽ 390 റുപ്യ കൊടുത്തുള്ള പെയ്ഡ് ലൈവിലാണ് ബഹിഷ്കരിച്ചത്. ആ സംഭവം ലീക്കായിട്ടാണ് എല്ലാവരും കണ്ടത്. എൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ അവിടെയും ശീതൽ മോൾക്ക് പിഴയ്ക്കുകയാണ്. അതായത് നാട്ടുകാരൊക്കെ തന്നെ ഏറിൽ കയറ്റുമെന്നുള്ള ഭയം കാരണം KKGയുടെ മകൾക്കെതിരെ ഒന്ന് പ്രതികരിച്ച് കളയാമെന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം. എന്തിനാണ് പ്രതികരിച്ചത്? ഓള് പ്രൈവറ്റായിട്ട് ഓളുടെ പ്രൈവറ്റ് സ്പേസിൽ ചെയ്ത വീഡിയോ മറ്റൊരു പഹയം കൊണ്ട് ലീക്കാക്കിയതിന് ഈ എന്തിനാണ് പ്രതികരിക്കുന്നത്? അത് തന്നെയല്ലേ മഞ്ജുപിള്ള ചേച്ചിയുടെ മകളും ചെയ്തത്. മഞ്ജുപിള്ള ചേച്ചിയുടെ മകള് മോഡൽ ആയിക്കോട്ടെ, പക്ഷേ ഓൾ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടിട്ടേക്കുവാണ്. ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും കാണാം. അത്ര പോലും ഹൻസിക മോള് ചെയ്തിട്ടില്ല. ഓള് പ്രൈവറ്റായിട്ട് ആരും കാണാൻ ചെയ്ത പരിപാടി. അതായത് ഇൻസ്റ്റഗ്രാമിൽ പെയ്ഡ് ലൈവ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ കയറുന്ന പഹയന്മാർ, പെണ്ണുങ്ങളുടെ പെയ്ഡ് ലൈവിൽ കയറുന്ന പഹയന്മാർ, കുമ്പസാരമോ കഥാപ്രസവമോ കേൾക്കാൻ കയറുന്ന പഹയന്മാരല്ല. ഓൾക്ക് കിട്ടേണ്ടത് എന്താണ്? ഓൾക്ക് അവിടെ തുണി ബഹിഷ്കരണം ഉണ്ടെങ്കിൽ അത് കാണണം, സത്യത്തെ അടയണം. അതായത് ഈ കയറുന്ന പഹയന്മാർക്ക്, ഇൻസ്റ്റഗ്രാമിൽ കയറുന്ന പഹയന്മാർക്ക് ഈ പറഞ്ഞ ഓനിക്ക് എന്താണ് ഉണ്ടാവുന്നത് ഇത് കാണുമ്പോഴത്തേന് ഓനിക്കുണ്ടാവുന്ന വികാരം എന്താണ്? ആ വികാരത്തിൽ പൊങ്ങുന്ന ഈ ഒരു സംഭവം അത് ഓനിക്കറിയാം ഇത് മോഡലാണോ അല്ലെങ്കിൽ സാധാരണക്കാരിയാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഓനിക്ക് എന്ത് കണ്ടാലും വികാരം ഉണ്ടാവും. ആ ഒരു സംഭവത്തിന് പ്രത്യേകിച്ച് ഇന്ന ആളെ തിരിച്ചറിയാൻ പറ്റില്ല. മോഡൽ കാണിച്ചാലും മോഡൽ അല്ലാത്ത കാണിച്ചാലും ഏതൊരു കള്ള അമുക്ക് കാണിച്ചാലും ഓൻ പൊങ്ങേണ്ടടുത്ത് പൊങ്ങിയിരിക്കും, തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് തന്നെ വലിയൊരു അബദ്ധമാണ്. അതായത് മോഡലായി പോയതിന് ശേഷം വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇത് കണക്ക് കാണിച്ചു കഴിഞ്ഞാൽ വിഷയമില്ല. ഈ പറയുന്ന കള്ളഹിമാറുകളായ പെണ്ണുങ്ങളൊക്കെ അപ്പോൾ ഇനി മോഡലായിട്ട് പോകേണ്ടി വരും. ഓൾക്ക് തുണി അഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മോഡലിംഗ് പഠിക്കുക, അവിടെ പോവുക മോഡലാവുക, പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന് തുണി അഴിക്കാം. അത് സ്കൂളിലും കോളേജിലും വരാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതാണ് വ്യത്യാസം. അല്ലാതെ കുസുമമായിട്ട് തലയിൽ പൗഡർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ മറ്റൊരാളാകുന്നു, അല്ലാത്തപ്പോൾ അവൾ വേറൊരാളാകുന്നു, രണ്ടിലും രണ്ടഭിപ്രായം പറയുന്നു എന്നൊക്കെ തുടങ്ങി ആ ചേട്ടൻ ഇരുന്ന് സംസാരിച്ചതിനെ നിങ്ങളൊന്നും ദയവ് ചെയ്ത് അനുകൂലിക്കരുതേ. കഷ്ടമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വായിട്ട് അലയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. അതെന്റെ തെറ്റിദ്ധാരണ അല്ലാതാകട്ടെ. അതേ പൊട്ടിക്കറിയുന്ന ശീതൽ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റ് ഈ ഒരു പെൺകുട്ടിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അനക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ഇപ്പോഴും അനക്ക് മനസ്സിലായിട്ടില്ല. എന്റെ നിലപാട് എന്തുകൊണ്ട് ഒരു സാധാരണ നിലയ്ക്കുള്ള നമ്മുടെ നാട്ടിലെ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വീട്ടമ്മയുടെ നിലപാടിനെ പോലും ലജ്ജിപ്പിക്കുന്ന നിലപാടായി മാറുന്ന എന്തുകൊണ്ടാണ്? അത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ പറഞ്ഞ മഞ്ജുപിള്ള ചേച്ചിയുടെ മകള് പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ട് അതിനെ ആൾക്കാർ വിമർശിച്ച്, റാംബുവാക്ക് പോയി കണ്ടിട്ടല്ല ആരും വിമർശിച്ച്. ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടിയും ചിലപ്പോൾ ഓള് മോഡലായിരിക്കാം. ഓള് ഈ പറഞ്ഞ ഓൾക്ക് ഇഷ്ടമുള്ള തുണി കൊണ്ടുവന്നപ്പോഴത്തേന് ഈ ഓള് മുസ്ലിം ആയതിന്റെ പേരിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ പേരിൽ ഓളെ വിമർശിച്ചു. മറ്റുള്ള KKGയുടെ ഫാമിലിയിലെ പെൺകുട്ടികളെ കുറിച്ച് ഓള് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കുക. ഈ രീതിയിലുള്ള വസ്ത്രധാരണം, വെസ്റ്റേൺ രീതിയിലുള്ള വസ്ത്രധാരണമാണ് സർവ്വസാധാരണമായിട്ട് നടത്താറുള്ളത്. അവർ ചെറിയ കുട്ടി പാവാടകളും കുട്ടി ഉടുപ്പുകളും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലെങ്കിൽ ഇവരെ പരസ്യമായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ ഇതിനങ്ങനെ മുൻഗണന കൊടുക്കാതിരുന്നത്. അതേ ശക്തമായൊരു നിലപാടാണ് KKGയുടെ കാര്യത്തിൽ. അതായത് ഓല് ചെറുപ്പം മുതലേ തുണി ബഹിഷ്കരിച്ച് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓല് അങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടായതുകൊണ്ട് അത് കുഴപ്പമില്ല. അങ്ങനെ എവിടെയും പോകാം, സ്കൂളിൽ പോകാം, കോളേജിൽ പോകാം, എവിടെ പോയാലും ഓരങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു വിഷയമില്ല. ഓലെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പുതിയൊരാള്, അതായത് ഹനാനെ പോലുള്ള ഒരു പകയെത്തി, ഓള് മീൻ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പകയെത്തി, മുഴുവനായി കവർ ചെയ്ത് വന്ന ഒരു പകയെത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തുണി അയച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ വിടില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഓള് പറയുന്നുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പേഴ്സണലായിട്ടൊന്നും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേര് ഓളെ വിമർശിച്ച് കമന്റ് വന്നിട്ടുണ്ട്. ഓള് മനസ്സിലാക്കേണ്ട ആ ഒരു സത്യം, അതായത് ഈ പറഞ്ഞ വെറുതെ അനാവശ്യമായിട്ട് താൻ വലിയ എന്താ പറയുക യൂട്യൂബർ ആണെന്നുള്ളത് ധാരണ. എങ്ങനെയാണ് ഓള് യൂട്യൂബ് ചാനൽ വലുതാക്കിയത്? രാവിലെ എണ്ണീച്ച് കഴിഞ്ഞാൽ പിണറായി പിണറായി പിണറായി, മണിയാശാൻ മണി 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 എന്നാണ് വിളിക്കുന്നത്. പിണറായിയെ മണിയൊക്കെ തൻ്റെ വീട്ടിലെ പട്ടികളെ വിളിക്കുന്ന വിളിയാണ് വിളിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ അവരുടെ പ്രായത്തെങ്കിലും ബഹുമാനിക്കണം. സ്വന്തം വാപ്പയാവാനുള്ള പ്രായമുള്ള പഹയന്മാരാണ്. എനിവേ അവരെ വെച്ച് വീഡിയോ ചെയ്താണ് ഈ ലെവലിലെത്തിയത്. പിന്നെ തൻ്റെ കണ്ടന്റ് എടുക്കുന്നു പറയുന്നു. താൻ എന്താണ് ചെയ്യുന്നത്? രാവിലെ എണീറ്റ് പിണറായി 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 മണിയാശാൻ, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാൾ തൻ്റെ കണ്ടന്റ് എടുക്കുന്ന ആൾക്കാരെ കുറ്റം പറയാൻ, കോപ്പിറൈറ്റിൻ്റെ കാര്യം ആദ്യം പറയുന്നു എനിക്ക് ആർക്ക് വേണമെങ്കിലും കോപ്പിറൈറ്റ് കൊടുക്കാമെന്ന്, പിന്നീട് പറയുന്നു എനിക്ക് ആര് കോപ്പിറൈറ്റ് എന്നാലും അത് എടുക്കാൻ അറിയാമെന്ന്. സെയിം പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് താൻ ചെയ്യുന്നത്, എന്താണ് താൻ പറയുന്നതെന്ന് യാതൊരു ബോധവും ഈ ഒരു താരത്തിന്, ഈ ഒരു റീൽസ് അല്ല, ഈ ഒരു റിയാക്ഷൻ താരത്തിന്, ഈ ഒരു പെൺകുട്ടിക്ക് ഇല്ലാതായി പോകുന്നത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്താണ് എനിക്ക് പറ്റിയ തെറ്റെല്ലാവർക്കും പറ്റും, എനിക്ക് പറ്റാറുണ്ട്, എല്ലാവർക്കും പറ്റാറുണ്ട്. ആ തെറ്റ് റിയലൈസ് ചെയ്തിട്ട് ചുമ്മാതെ ഇങ്ങനെ ഒരു ഭാഗം ആൾക്കാരെ മാത്രം ഇപ്പം എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. എനിക്കിപ്പോൾ 2 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം ആക്കാൻ വേണമെങ്കിൽ വളരെ പെട്ടെന്ന് പറ്റും. ഏറ്റവും വ്യക്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഏതൊരു വിഷയത്തിലും രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ടുണ്ടല്ലോ, 7 ലക്ഷം 8 ലക്ഷം വ്യൂസ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനത് ചെയ്യാത്തത് അത് വേണ്ട. കാരണം ഒരു രാഷ്ട്രീയത്തെ പറ്റി മാത്രം പറയുക, ഒരു മതവിഭാഗത്തെ പറ്റി മാത്രം പറയുക. എനിക്ക് ഹിന്ദുക്കളെ സുഹൃത്തുക്കളുണ്ട്, BJP-ക്കാർ സുഹൃത്തുക്കളുണ്ട്, മുസ്ലിംസ് സുഹൃത്തുക്കളുണ്ട്, ഞാൻ ക്രിസ്ത്യനാണ്, പലർക്കും അറിയത്തില്ല ഇപ്പോഴും. അപ്പം എനിക്ക് ഒരു ഭാഗത്തെ മാത്രം സൂചിപ്പിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല, ഇനി ഒരിക്കലും ചെയ്യത്തില്ല. എല്ലാവരും എനിക്ക് വേണം, കാരണം എല്ലാത്തരം ആൾക്കാരും എനിക്കുണ്ട്. ഇതേപോലെ ഒരു ഭാഗത്തെ മാത്രം പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ മുസ്ലിങ്ങളെ പറ്റി സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്കും വലിയ വ്യൂസ് ഉണ്ട്, ഹിന്ദുക്കളെ പറ്റി ഈ BJP-ക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്കും വ്യൂസ് ഉണ്ട്. അതായത് ആൾക്കാരെല്ലാം കൂടെ വർഗീയ ചിന്താഗതിയുള്ള ആൾക്കാർ പോയി സബ് ചെയ്യുന്നതാണ്, അല്ലാതൊന്നുമല്ല. ഇവരുടെ നിലപാട് മാറ്റട്ടെ, നാളെ ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറട്ടെ, നേരെ ഏറിപ്പോത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. ചാനൽ ഒരു പട്ടി കാണാത്ത രീതിയിൽ പോകും. അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സർഗശേഷിയുള്ള ടീമുകളൊന്നുമല്ല ഈ പറയുന്ന ടീമുകൾ. ഈ പെൺകുട്ടിക്ക് കുസുമേച്ചിയായിട്ട് വരുന്ന പരിപാടി കൊള്ളാം, മെമിക്രിയൊക്കെയാണ്, പക്ഷേ സൗണ്ട് കുറച്ച് അരോചകമാണ് എന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ആ ഒരു സെഗ്മെന്റ് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം കുസുമേച്ചിയെ പലരും വെറുത്ത് കഴിഞ്ഞു. കുസുമേച്ചി ഏറൽ തന്നെയാണ്. ഈ കുസുമേച്ചിയെ താഴോട്ട് ഈ ഒരു പ്രായത്തിൽ കൊണ്ടുവരണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ റവന്യൂടെ കാര്യം പറഞ്ഞ $15 എടേ ഞമ്മക്ക് കിട്ടുന്നുണ്ട്, ഞമ്മക്ക് 1000 ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞമ്മക്ക് കഴിഞ്ഞ മാസം നമ്മൾ വലിയ അത്യാർത്ഥിയൊന്നും ഇല്ലാതെ വീഡിയോ ചെയ്തിട്ട് ഞമ്മക്കും ഉണ്ട് 2.2 മില്യൺ വ്യൂസ് കഴിഞ്ഞ വട്ടമുണ്ട്. ഫേസ്ബുക്കിലും ഉണ്ട്, ഏതാണ്ട് 1 കോടി വ്യൂസ് വരെ വന്നിട്ടുണ്ട് ഒരു മാസം. നമ്മളും അത്ര മോശക്കാരനായ ഒരു പഹയനൊന്നും അല്ല, പിന്നെ അത്യാഗ്രഹം ഇല്ലെന്നുള്ളേ ഉള്ളൂ. എനിവേ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആർക്കെങ്കിലും പോപ്പുലാരിറ്റി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ശീതൽ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ എടുത്ത് റിയാക്ട് ചെയ്യുക. നിങ്ങൾ വേറെ ലെവലിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കുക, ഒരു തവണയെങ്കിലും നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രതികരിക്കണം. അത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ മുകളിലേക്കൊരു തീ അയക്കുന്ന രീതിയിലേക്ക്, നിങ്ങളുടെ ചാനൽ ആരും കൊതിക്കുന്ന രീതിയിലേക്ക് വളരുന്ന, ഏവരാലും തിരിച്ചറിയുന്ന, നിങ്ങളെ നിന്ദിച്ചവരുടെ മുന്നിൽ ഏറ്റവും മികച്ചൊരു ചാനലാവുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു അഭൂതമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നിങ്ങൾ എന്നെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുന്നത്. ആദ്യം വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.